ഗായ്സ് എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ദുബായ് അല്ല എനിക്ക് തോന്നി ഗായ്സ്. നാട്ടെ നമ്മൾ ഇന്നലെ ഡൈനോസർ അമ്മച്ചിലൂടെ വന്നപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ഹൽക്കായിട്ടുണ്ട് ഗായ്സ്. ഇത് എന്ത് ചെയ്യും നമ്മളെ കാറൊക്കെ നമ്മൾ ഒതുക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഹൽക്കിൻ്റെ പവർ വന്നോ ഇല്ലേ നോക്കാം. തന്നെ ഗായ്സ് വന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് വണ്ടിയിലൊന്നും കയറാനും പറ്റത്തില്ലല്ലോ. നമുക്ക് ഈ വഴി പോണ ഏതെങ്കിലും വണ്ടി ഉണ്ടോ? ഇവിടെ എന്തോ സൂപ്പർ ഹീറോ മാൻസാ അങ്ങനത്തെ കൺട്രി ആണെന്ന് തോന്നലെനിക്ക്. നമുക്ക് ഈ വണ്ടി കയറാൻ മര്യാദൻ്റെ വണ്ടിയൊക്കെ വന്നു അതിന് തന്നെ ഇത് സൂപ്പറാക്കും. നമുക്ക് കാറിലൊക്കെ കയറാൻ പറ്റും. കാറ് നല്ല വൃത്തിക്ക് ഓട്ടിക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് അവിടെ പോവാം. ജുറാസിക് പാർക്കിൽ പോവാം. ആ ഡ്രാഗനെ വെച്ച് നമുക്കിന്ന് കണ്ട് സൂപ്പാകണം. ചത്തായ കുഴപ്പമില്ല. ഞാൻ ഡ്രാഗനെ വെച്ച് കാണണം. ഓ മൈ ഗോഷ്. എനിക്കൊന്നും അതിലൊക്കെ ഒരിക്കലും ചേർത്തില്ലെന്ന്. ഇതോ നമ്മളെ വണ്ടി കിടക്കുന്നു ഗൈസ്. അപ്പൊ നമ്മളെ വണ്ടി ഇടിച്ചാലും ഇരിക്കുവാനും ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ജസ്റ്റ് പോയിട്ടുണ്ട്. ഏതോ പൊട്ടൻ്റെ വണ്ടിയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇതോ വണ്ടി സ്കിഡടിച്ച് പോവാണ്. അപ്പം എനിക്ക് തോന്നണ് അടുത്ത സൂപ്പർമാൻ ആയിരിക്കും ഗൈസ്. സൂപ്പർമാന് കുറെ അലമ്പ് കാര്യങ്ങൾ വരുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ. എനിക്ക് അയ്യോ നമ്മുടെ ബാക്കിലെ ബോണറ്റൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ജുറാസിക് പാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡ്രാഗനെ വെച്ച് കാണണം. നമുക്ക് ആ ഉണ്ടക്കണ്ണ സാറിനെ വിളിക്കാം. സയൻറ്റിസ്റ്റ് എവിടെ? ഞാൻ ഇങ്ങനെ ഇടിച്ച് കൊല്ലും. ഞാൻ അങ്ങനെ വിളിക്കട്ടെ. ഇപ്പോൾ ഫോൺ അവന് മര്യാദ ഉപയോഗിക്കാൻ പറ്റില്ല ഗൈസ്. ഫോൺ എന്നെ കാട്ടിയുണ്ട്. എടാ കള്ള സയൻറ്റിസ്റ്റേ, എടാ കള്ള നമ്പർ തന്നെ ഒരു അരിമ്പ് നമ്പർ അതൊക്കെ ഗൈസ്. അവരെ വിളിച്ചപ്പോൾ ഡ്രാഗൻ വന്നു ഗൈസ്. ആ കള്ള പിന്നെ നീ ഹൽക്കാക്കില്ല. ഇവരടിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാൻ എന്തെങ്കിലും മായം ഉണ്ടെന്ന്. മരുന്നുണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അത് കയറാൻ പറയണേ. എനിക്കൊന്ന് വീണ്ടും ഓടിക്കാനായിരിക്കും തന്നെ വയസ്സ്. അതിനെ വീട്ടിൽ കൊണ്ടാക്കാന്നാണ് പറഞ്ഞത്. നമ്മളെ ഏതോ പൊട്ട കാറ് പോയിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടാക്കും എനിക്ക് തോന്നണേ. ചിലപ്പം നമ്മൾ വേറെ ഏതെങ്കിലും സൂപ്പർ ഹീറോ ആവുന്നതാണ്. ഇതിൻ്റെ പറയുമ്പോലെ ഗൈസ് എനിക്ക് തോന്നണ എന്തെന്നാ, ഞാനാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേ ഒരു ഈ ഡ്രാഗൻ്റെ അടുത്ത് പോയപ്പോൾ ആ ഡ്രാഗൻ്റെ ഒരു കൊമ്പാണെങ്കിൽ എൻ്റെ കൈ കയറിക്കൊണ്ട് അതിൻ്റെ കുറച്ച് ചോര വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു ചിലപ്പം ആ ചോര ഇതിൻ്റെ ചോര എൻ്റെ ഇതിൽ ചിലപ്പോൾ കാരണം മിക്സായി കാണും. അതുകൊണ്ടായിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. നമ്മൾ കെട്ടിപ്പിടിച്ചാൽ എല്ലാവരും നമ്മളെ നോക്കുക ഗൈസ്. നമ്മൾ വൈറലാവും. അപ്പോൾ നമുക്ക് ഈ പാർട്ടിൽ തന്നെ നമുക്ക് ദുബായിൽ പോകണം. നമുക്ക് വീണ്ടും ഹ്യൂമനായി പോകണം. അല്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലും. എനിക്കൊന്ന് നാട്ടിൽ പോകണം. ഹലോ, എന്തെങ്കിലും വഴിയുണ്ടോ നാട്ടിൽ പോകാൻ? എനിക്ക് നല്ലൊരാവണം. ഇവർ പറയണ അനുസരിച്ച് അവർ പറയണത്
ഇവരെ ഈ കൊമ്പി ഒന്നും കൂടി നീ എന്തെങ്കിലും ചെയ്യണം, അപ്പം നിനക്ക് വേറെ എന്തെങ്കിലും കിട്ടും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നീ ചിലപ്പോൾ ഒരു സൂപ്പർമാനാ സ്പൈഡർമാൻ എന്തെങ്കിലും ആവുമായിരിക്കും. ഓ ഗായ്സ് അൾട്ടിമേറ്റ് ജമ്പ കൊണ്ട് പൊട്ടിച്ച് ഗായ്സ് നമ്മളിവിടെ അവരെന്താ നമുക്ക് പോയി കൊമ്പി തൊട്ടിട്ട് വരാം. എനിക്ക് തോന്നുന്ന അടുത്ത സൂപ്പർമാൻ ആയിരിക്കും നമ്മൾ. ഹലോ ചേച്ചി, ഞാൻ കൊമ്പി തൊട്ടിട്ട് വരാമേ. ഡിസ്കോ ഗായ്സ് നമ്മൾ കൈ മുറിഞ്ഞിട്ടുണ്ട്. അപ്പം ഗായ്സ് വീണ്ടും പണി പാളിയിട്ടുണ്ട് ഗായ്സ്. അതാണ്ട് നമ്മൾ സോംബിയായി മാറി. നമ്മൾക്ക് ഒന്നും ജീവിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളൊക്കെ ആയി ഗൈസ്. ഇന്ന് പാവതോ ഉടുപ്പോലും ഇല്ലാത്തൊരു സോംബിയായി മാറി. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒരാളായാൽ മതി. നമുക്കൊന്നുകൂടി തൊട്ട് നോക്കാം. ഇവര് എന്താണ്ടോ അവൾ തൊട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ കണ്ടേ ഏതോ ഒരു മനുഷ്യനായിട്ടുണ്ട്. ആ ഡ്രാഗൺ അമ്മച്ചിയും പോയിട്ടുണ്ട് ഗായ്സ്. തലവേദന എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡ്രാഗൺ അമ്മച്ചി ഒന്നുകൂടി വിളിക്കാം. 0 ഡ്രാഗൺ അമ്മച്ചി വന്നിട്ടുണ്ട്. ഡ്രാഗൺ അമ്മച്ചിൻ്റെ ചോദിച്ചു, നീ എന്താണ് എന്നെ എപ്പോഴും വിളിക്കണത്? എനിക്ക് എന്തെങ്കിലും ആവണം, എൻ്റെ ഫ്രാങ്കിളിനാവും എനിക്ക്. ഇപ്പോൾ ഗായ്സ് നമ്മളെന്തോ ഭാഗ്യത്തിൽ അവൻ്റെ ചോര മിക്സായി നമ്മൾ ഫ്രാങ്കിളിനായിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഈ ഇവിടെ വന്നിട്ട് 2-3 വർഷം ആവാറായി ഗൈസ്. കഴിഞ്ഞ ഫെബ്രുവരി വന്നതാണ്. ഞാൻ ഫസ്റ്റത്തെ ദിവസം ഫുള്ള് ടൂറായിരുന്നു. പിന്നെ അവസാനത്തെ ഒരു മാസത്തിലാണ്, 1 മാസമായി കേട്ടോ. ഞാൻ 1/2 മാസം കൊണ്ട് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അഴുക്കായത്. അപ്പം നമുക്ക് നാട്ടിലേക്ക് എന്തായാലും പോകണം. നിങ്ങൾ പോയിക്കോ. നമുക്ക് നമ്മളെ മെഷീൻ കണ്ടിട്ട് ഷൂട്ട് കൊള്ളാൻ, അല്ലെങ്കിൽ വീണ്ടും ആൾക്കാർ ഇവ മരിക്കത്തില്ലേ. നമുക്ക് കുറച്ച് മാറിയിരിക്കാം. റോക്കറ്റ് ലോഞ്ചർ എടുക്കാം. നമ്മളവർ എന്തായാലും കഷ്ടപ്പെടുത്തിയില്ല. നമ്മൾ ഇവരെ കൊന്നാൻ കളയാം. ഇവർ മരിക്കത്തില്ലെന്നൊന്ന്. അപ്പം നമുക്ക് പോവാം. ഇത് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പറ്റും. എൻ്റെ ഇതിൽ ഒരു ആപ്പ് വന്നു. നമ്മൾ പെട്ടെന്ന് റെഡി ആവണം. ഇന്ന് രാത്രിയാണ് പ്ലെയിന്. നാളെ രാവിലെ നമ്മൾ ഇന്ത്യയിലെത്തും. പെട്ടെന്ന് പെട്ടിയൊക്കെ നമ്മൾ കാറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ 2 കാറ്. നമുക്ക് ഡ്രസ്സ് മാറണം. നമുക്ക് തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് കണ്ണാടി വെച്ച് ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഇതുപോലെ എടുത്തിട്ട് വരാം. നമ്മളെ കാറ് നമ്മൾ കുറച്ച് ജോഗിങ് ചെയ്യണം ഗൈസ്. ബാക്കി ജോഗിങ് ഇല്ല, നമുക്ക് ജോഗിങ് ചെയ്യാം. ഗൈസ് നമ്മളെ വണ്ടി അവിടെ കിടക്കണമെന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോകണം. ഇവിടെ രാത്രി സമയം ആവാറായി. നോക്കിയാൽ നമുക്ക് ഗൈസ് കൊണ്ട് രാത്രിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇറങ്ങി കാണിച്ചു തരാൻ രാത്രി ആയിട്ടുണ്ട്. തപ്പൻ എന്തോ ഒരു കാര്യത്തിന് രാത്രിയായി. നമുക്കെന്തായാലും എനിക്ക് നല്ല പേടിയാണ്. ഇവിടെ നിൽക്കാൻ നല്ല പേടിയുണ്ട് എനിക്ക്. നമുക്ക് പെട്ടെന്ന് പോകണം. 7:10 അവിടെ വണ്ടിയുടെ അടുത്താണ്. നിങ്ങൾ വിചാരിക്കും നടന്നുള്ള ദൂരേ ഉള്ളൂ. പക്ഷേ ഗൈസ് അങ്ങനെയല്ല ഗൈസ്. നമുക്ക് ഈ വണ്ടി ഒരു പൊട്ടിച്ചടുക്കി ഒരു സുഖമാക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയുടെ ഭാഗ്യം എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ കൂട്ടുകാരൻ പേര് സഞ്ജയ് എന്നാണ്. സഞ്ജയ്, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടേ.
അപ്പം അവൻ എടുത്തില്ല ഗൈസ്. ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു. നമ്മൾ ഈ പ്ലെയിനിലാണ് പോകാനുള്ള ആളൊന്നുമില്ലേ. വണ്ടിക്ക് വെയിറ്റ് ഒന്നും ഇല്ല ഗൈസ്. ടെക്നോളജിയാ നമ്മളാന്ന് തോന്നണ ഓട്ടിക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കയറി. ഗൈസ് ഗുഡ് ന്യൂസ്. പ്ലെയിൻ ഗൈസ് നമ്മൾ വണ്ടി പൊട്ടിത്തെറിച്ചു ഗൈസ്. ഞാൻ വണ്ടി എടുത്ത് ചാടി. നമ്മളെ മരിച്ചിട്ടുണ്ട് ഗൈസ്. ഗുഡ് ന്യൂസ്. നമ്മൾ അവിടെ നിന്നും വേസ്റ്റഡായി. വണ്ടി പൊട്ടിത്തെറിച്ചു ഗൈസ്. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത് ശരിയല്ല, നമ്മൾ വേസ്റ്റഡായി.